SBI പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിരിക്കുകയാണ്. പുതിയ പലിശ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വീഡിയോ കാണുക. ട്രിംസ് ടെക്കിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI പലിശ നിരക്കുകൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. വായ്പകളുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിരിക്കുകയാണ് SBI. പുതിയ പലിശ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അതായത് 2025 ഏപ്രിൽ 15 മുതൽ പുതിയ പലിശ നിരക്കുകൾ നിലവിൽ വരുന്നതാണ്. RBI റിപ്പോ നിരക്കുകൾ കുറവ് വരുത്തിയതിനെ തുടർന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരി 7-നും ഏപ്രിൽ 9-നും RBI റിപ്പോ നിരക്കുകൾ കുറവ് വരുത്തിയിരുന്നു. 2 തവണയായി 0.5% വീതമാണ് RBI റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയത്. അതിന്റെ ഫലമായി 6% റിപ്പോ നിരക്ക് ഇപ്പോൾ 6% താഴുകയുണ്ടായി. അതിനെ തുടർന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇപ്പോൾ ബാങ്കിന്റെ വായ്പയുടെ പലിശ നിരക്കുകളും കൂടാതെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്കുകളിലും കുറവ് വരുത്തിയിരിക്കുന്നത്. RBI റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വായ്പകളുടെയും പലിശ നിരക്കുകൾ കുറയുന്നതാണ്. ഇത് നേരത്തെ വായ്പ എടുത്തിട്ടുള്ളവർക്ക് മാത്രമല്ല, പുതുതായി വായ്പ എടുക്കുന്നവർക്കും വളരെയേറെ ഗുണകരമാണ്. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് ഇതിന്റെ ഒരു നേട്ടം ലഭിക്കുന്നത്. നേരത്തെ വായ്പ എടുത്തിട്ടുള്ളവർക്ക് അവരുടെ പലിശ ഭാരം കുറയുമെന്നതാണ് പ്രധാനപ്പെട്ട നേട്ടം. എന്നാൽ പുതുതായി വായ്പ എടുക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നേടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രയോജനം. റിപ്പോ നിരക്ക് കുറയുന്നത് വായ്പകളുടെ പലിശ നിരക്ക് മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയുന്നതിന് കാരണമാകും. റിപ്പോ നിരക്കിൽ RBI രണ്ടാമതും കുറവ് വരുത്തിയതോടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില കാലാവധികളിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കിലും കുറവ് വരുത്തിയിട്ടുണ്ട്. SBIയുടെ എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെയും പലിശ നിരക്കിൽ കുറവ് വരുത്തിയിട്ടില്ല. മറിച്ച് ചില നിശ്ചിത കാലാവധികളിലുള്ള സ്ഥിര നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കിൽ മാത്രമാണ് ഇപ്പോൾ SBI കുറവ് വരുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മുൻപ് 6.80% പലിശ നിരക്ക്, എന്നാൽ ഇപ്പോൾ അത് 6.70% കുറച്ചിട്ടുണ്ട്. 2 വർഷം മുതൽ 3 വർഷത്തിന് താഴെ വരെയുള്ള പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മുൻപ് 7% പലിശ നിരക്ക്, എന്നാൽ ഇപ്പോൾ അത് 6.90% ബാങ്ക് കുറച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ ഇതേ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലും ബാങ്ക് കുറവ് വരുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി 1 വർഷം മുതൽ 2 വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുൻപ് 7.30% പലിശ നിരക്ക്, ഇപ്പോൾ അത് 7.20% ബാങ്ക് കുറച്ചിട്ടുണ്ട്. 2 വർഷം മുതൽ 3 വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുൻപ് 7.5% പലിശ നിരക്ക്, എന്നാൽ ഇപ്പോഴത് 7.40% കുറച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റ് നിക്ഷേപ കാലാവധികളിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കിൽ യാതൊരുവിധ മാറ്റവും ഇപ്പോൾ ബാങ്ക് വരുത്തിയിട്ടില്ല. ഈ 2 കാലാവധികളിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കിൽ മാത്രമാണ് ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തുടർച്ചയായി 2ാമത്തെ തവണയാണ് RBI റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളിലും കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. RBIയുടെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലും റിപ്പോ നിരക്കിൽ നേരിയ കുറവ് വരാനാണ് സാധ്യതയുള്ളതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയെങ്കിൽ വായ്പകളുടെ പലിശ നിരക്കിൽ മാത്രമല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കിലും കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പലിശ നിരക്കുകൾ ഇന്നു മുതൽ, അതായത് 2025 ഏപ്രിൽ 15 മുതലാണ് നിലവിൽ വരുന്നത്. അതിനാൽ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും സ്ഥിര നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവരുമായ ഉപഭോക്താക്കൾ SBIയുടെ ഏറ്റവും പുതിയ പലിശ നിരക്കുകൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്കുകൾ വന്ന കുറവിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രിംസ് ടെക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.